ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആട് 3യെ കുറിച്ചാണ്. ആദ്യമേ തന്നെ പറയാമല്ലോ, ഇതൊരു എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇത് കണ്ട് നിങ്ങൾ കാണണമെന്നോ കാണാതിരിക്കണമെന്നോ ആ ഒരു ഡിസിഷനിലെത്തണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അംഗീകരിച്ചു തരണം, അങ്ങനെയുള്ളൊരു വിഷയമേ ഇവിടെ ഇല്ല. ഞാൻ കണ്ട സിനിമയും എനിക്കതിൽ തോന്നിയ കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. പേഴ്സണലി ആട് 1 ആൻഡ് ആട് 2, എസ്പെഷ്യലി ആട് 2 വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ ഒരു സ്ലാബ് സ്റ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു സർക്കാസം, സറ്റയർ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ഒരു കോമിക്കൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇറക്കിയ സിനിമകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത് തറലി എൻജോയ് ചെയ്തിട്ടുണ്ട്. ആട് 1 ആയാലും ആട് 2 ആയാലും ശരി. ആട് 2 വളരെ മികച്ച മലയാളം സിനിമ എണ്ണം പറഞ്ഞ മികച്ച എൻ്റർടൈനർ സിനിമകളിലൊന്നാണ് ആട് 2 ടിൽ ഡേറ്റ്. പക്ഷെ ആട് 3യിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് വിയോജിപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും അടിപൊളി അല്ലെങ്കിൽ മികച്ചതാണെന്നൊക്കെ പറയുന്നത് എനിക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, എന്തോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെറുതായി മടുത്തു തുടങ്ങിയ പോലെ തോന്നുന്നു എനിക്ക്. അതായത് ആട് 1ലും ആട് 2ലും ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഫ്രഷാണ്. ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ മാനറിസംസ് ആയാലും ശരി, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളായാലും ശരി, എൻജോയബിളാണ്. പക്ഷേ റെപ്യൂട്ടേഷൻ സംഭവിക്കുന്ന പോലെ തോന്നുന്നു ഒരുപാട്. ആട് 3യിൽ ഇവർ കഥാപരമായിട്ട്, അതായത് ആട് 1 ആട് 2 നോർമലായിട്ടുള്ള കഥകളിലൂടെ, കഥാസാഹചര്യങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന സിനിമയാണ്. പക്ഷേ ആട് 3യും അതേ ഫോർമാറ്റിൽ ഇറക്കിയതാണെങ്കിൽ പുതുമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്കൊരു USP അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്ന രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ വേണം. അതിനുവേണ്ടി ഇവരിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ടൈം ട്രാവലാണ്. ഇതിനു മുമ്പ് ഇത്ര വൃത്തിക്ക് ടൈം ട്രാവൽ മലയാള സിനിമയിൽ എടുത്തിട്ടില്ല. ഐ ഗെസ് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ ടൈം ട്രാവൽ പോലെയുള്ള കോൺസെപ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു സിനിമ ചെയ്യുന്നത്. നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ഡീറ്റെയിലിംഗ് ആയിരുന്നു. ബാക്കി ആർട്ട് വർക്ക് ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, ബാക്കി ആൾക്കാരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണെങ്കിലും ശരി, എക്സെപ്റ്റ് 1-2 പെർഫോമൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ടോപ്പ് നോച്ച് തന്നെയായിരുന്നു. ക്യാരക്ടർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കോർ ജോൺറ എന്ന് പറയുന്നത് കോമഡിയാണ്. സോ നിങ്ങൾ ടൈം ലൈൻ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ, നറേഷൻ എന്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ. പക്ഷേ അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് കോമഡി ആയിരിക്കണം. കോമഡി ഷുഡ് വർക്ക്. മതലബ് ആളുകൾ തിയേറ്ററിൽ വരുന്നത് കോമഡിക്ക് വേണ്ടിയാണ്. അല്ലാതെ വേറെ ആട് സിനിമ വേറെ ഒരു ആക്ഷനോ ത്രില്ലറോ സസ്പെൻസോ പ്രതീക്ഷിച്ചായിരിക്കില്ല ഭൂരിപക്ഷം ആൾക്കാരും, ഫുൾ ഓഡിയൻസും തിയേറ്ററിലേക്ക് വരുന്നത്. എനിക്കെന്തോ ഈ ഒരു സ്റ്റോറി ലൈനിൽ ആവശ്യത്തിന് കോമഡി വർക്കായെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയാനാണെങ്കിൽ 1-2 സീൻ മാത്രമേ എനിക്ക് പ്രോപ്പർലി വർക്കായിട്ടുള്ളൂ. ബാക്കി ഏകദേശം 90-95% ഫുള്ള് ചളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പറയാനായിട്ട് തുടക്കത്തിലെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു കോഡ് സീൻ ഉണ്ട്, ധർമ്മജൻ്റെയും ജയസൂര്യയുടെയും. അതെനിക്ക് നന്നായി വർക്കായി. കൗണ്ടേഴ്സ് എല്ലാം വർക്കായി. സിറ്റുവേഷണൽ ഹ്യൂമർ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിലോട്ട് കടക്കുമ്പോഴുള്ള ഒരു പാട്ട്, അതായത് നമ്മുടെ മന്ത്രവാദിയായിട്ട് നമ്മുടെ കരവന വരുന്ന ഒരു പോർഷൻ, അത് ഏകദേശം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡെലിവറി ചെയ്തു. കൗണ്ടേഴ്സ് ആയാലും ശരി, കോമഡി ആയാലും ശരി. പക്ഷേ മൂവിങ് ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ് എനിക്കെന്തോ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൗണ്ടേഴ്സ് എഴുതി, പക്ഷേ ഇതൊന്നും ഫലിക്കാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയാനാണെങ്കിൽ ഇത്ര വലിയ സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇവർ ടൈം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതായത് പാസ്റ്റ് ആയാലും ശരി, ടൈം ട്രാവൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ടൈം ട്രാവൽ വഴി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്, പാസ്റ്റിൽ ഇവർ ആരൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഒരു ഹ്യൂമറിൻ്റെ എലമെൻറ്റ് നല്ല രീതിയിൽ കുറയുകയുണ്ടായി. പിന്നെ എടുത്തു പറയേണ്ടത് 1-2 ആൾക്കാരുടെ പെർഫോമൻസസ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഫസ്റ്റ് പാർട്ടിനെ സെക്കൻഡ് പാർട്ടിനേക്കാൾ കൂടുതൽ ഈ ഒരു സിനിമയിൽ നമ്മുടെ സണ്ണി വെയിൻ്റെയും വിജയ് ബാബുവിൻ്റെയും ധർമ്മജൻ്റെയും പോർഷൻസ് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ സണ്ണി വെയിൻ്റെയും അതേപോലെ തന്നെ വിജയ് ബാബുവിൻ്റെയും എനിക്ക് അത്ര വർക്കായില്ല. അവരുടെ കൗണ്ടേഴ്സ് ആണെങ്കിലും ശരി, പെർഫോമൻസ് ആണെങ്കിലും ശരി, റെപ്പിറ്റേഷൻ പോലെ തോന്നി, ഹ്യൂമർ വർക്കാവാത്ത പോലെ തോന്നി, കൗണ്ടേഴ്സ് ഒന്നും ഏക്കാത്ത പോലെയാണ് തോന്നിയത്. പക്ഷേ ധർമ്മജൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് വാസ് വെരി ഗുഡ്.
അതായത് പാസ്റ്റിലാണെങ്കിലും ശരി, ഷാജി പാപ്പൻ ധർമ്മജൻ കോംബോ നല്ല രീതിയിൽ വർക്കായി പ്രാവശ്യം. അത് പാസ്റ്റിലാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത്. ആ ഒരു കിങ് അല്ലെങ്കിൽ കാര്യസ്ഥൻ, ആ ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സണ്ണി വെയിൻ്റെ പാസ്റ്റിലെ ബ്രിട്ടീഷ് ടൈപ്പ് ക്യാരക്ടർ അല്ലെങ്കിൽ വിജയബാബുവിൻ്റെ ക്യാരക്ടർ, രണ്ട് ക്യാരക്ടർ ആയാലും ശരി, എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ചിരിക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അടുത്ത് പറയേണ്ടത് സോങ്സ് ആദ്യത്തെ 2 പാട്ടിൻ്റെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ആൾക്കാരുടെ ഇൻട്രോസ് ആണെങ്കിലും ശരി, എനിക്കത്ര സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നിയില്ല. ശരിക്ക് ഈ സിനിമ ഒന്ന് എൻജോയ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ കഥയിലോട്ടും ഒന്ന് ചിരിക്കാനുള്ളതായി എന്ന് തോന്നിയത് അവസാനത്തെ സീനിലാണ്. ആ ഒരു ടൈം ട്രാവൽ ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു ഷാജി പാപ്പൻ്റെ ഇൻട്രാക്ഷൻ ആയാലും ശരി, രാജാവിൻ്റെ ഇൻട്രാക്ഷൻ ആയാലും ശരി, അത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഡ്യൂഡിൻ്റെ പാസ്റ്റിലുള്ള ഇൻട്രാക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് തോന്നിയത്, നൗ ഇറ്റ്സ് ഗോയിങ് ടു ബിഗിൻ ആസ് അങ്ങനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സിനിമ അവിടെ കഴിയുകയുണ്ടായി. അത് എനിക്ക് മാത്രമല്ല, കൂടെ കണ്ടിരുന്നവരും തിയേറ്ററിലുള്ള എല്ലാവർക്കും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ ചിരിക്കാൻ പറ്റുന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന രീതിയിൽ. പക്ഷേ സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഗ്രോസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വീക്കെൻഡ് നല്ല ഗ്രോസ് ആയിരുന്നു. പക്ഷേ എന്തോ മിക്സഡ് റിവ്യൂസ് കാരണം ഇപ്പോൾ ഒരു ഈ കഴിഞ്ഞ മൺഡേക്ക് ശേഷം കുറച്ചൊന്ന് ഡൗൺഫോളാണ് കാണുന്നത്. ചിലപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ പിന്നെയും തിരിച്ച് കയറാവുന്നതേ ഉള്ളൂ. ലെറ്റ്സ് സീ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് രേഖപ്പെടുത്തൂ. അടുത്ത ടോപ്പിക്കുമായിട്ട് പിന്നെ വരാം. ബൈ.